ഹലോ എവ്രി വൺ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ മാൻഡറിൻ ഹാർവസ്റ്റ്. സോ നമ്മളുടെ നാട്ടിൽ ഇതിന് ഓറഞ്ച് എന്ന് പറയും. ഇത് നമുക്ക് പീൽ ചെയ്യാം. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. പീൽ ചെയ്യുന്നതിന് മാൻഡറിനും പീൽ ചെയ്യാൻ പറ്റാത്തതിന് ഓറഞ്ച് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ഹാർവസ്റ്റ് അല്ല, കാര്യം കംപ്ലീറ്റ് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് എനിക്ക് ആവശ്യമായത് ഞാൻ ഓരോ വീക്കിലേക്ക് വേണ്ടിയുള്ള മാത്രം ഹാർവസ്റ്റ് ചെയ്ത് കഴിക്കാറാണ് പതിവ്. അപ്പം ഇന്ന് ചെറിയൊരു ഒരു ബൗൾ ഹാർവസ്റ്റ് നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് കാണാം എത്രത്തോളം മാൻഡറിൻ എൻ്റെ ട്രീയിൽ ഉണ്ടായിട്ടുണ്ടെന്ന്. 7 years old ട്രീ ആണ്, പക്ഷെ പ്രൂൺ ചെയ്ത് ഒരു സർട്ടൻ ഹൈറ്റിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇതിൽ വളരെ അധികം മാൻഡറിൻസ് എല്ലാ വർഷവും ഉണ്ടാവും. നല്ലൊരു ഹാർവസ്റ്റ് കിട്ടും ഇതിൽ നിന്ന്, ഇങ്ങനത്തെ ഒരു ട്രീയിൽ നിന്ന് തന്നെ. അപ്പം വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ അന്നന്ന് വേണ്ടത്തേക്ക് വേണ്ടി ഹാർവസ്റ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്യുവർ ഫ്രഷ് നമുക്ക് ഫീൽ ചെയ്യും. നല്ല ജ്യൂസി ആയിരിക്കും, നല്ല ഈവൻ അരോമാറ്റിക് സ്മെൽ ഇസ് ബ്യൂട്ടിഫുൾ. സോ എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഒരു ബാക്ക് യാർഡിൽ ഇങ്ങനത്തേക്ക് ഒരു ഫ്രൂട്ട് ട്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം ഈ ഒരു ട്രീ കൊണ്ട് മാത്രം തന്നെ നമുക്കൊരു 3 മാസത്തേക്ക് അറ്റ്ലീസ്റ്റ് 3 months, മിനിമം 3 months നമുക്ക് മാൻഡറിൻ കടയിൽ നിന്ന് വാങ്ങേ വേണ്ട. അപ്പം ഇപ്രാവശ്യം കാര്യം എൻ്റെ ആപ്പിൾ ഓൾമോസ്റ്റ് തീരാറായി. കൂടി വന്ന ഒരാഴ്ച കൂടി ആപ്പിൾ ഉണ്ടാവുള്ളൂ. ആപ്പിളിന്റെ ഹാർവസ്റ്റിംഗ് കഴിഞ്ഞു അതോടുകൂടി. അപ്പം ആഫ്റ്റർ 1 week then you have another fruit. It's ready from your backyard. So think in a way that നമുക്ക് എങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്ത് ഓൾ ഇയർ റൗണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നമുക്ക് നമ്മുടെ ബാക്ക് യാർഡിൽ നിന്ന് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഫസ്റ്റ് ഹാർവസ്റ്റ് അല്ല, ഞാൻ ഇതിന് മുന്നേ 2-3 വട്ടം ഇതിൽ നിന്ന് ഓൾറെഡി ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ളിയ easy. That's it. നമുക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും റൈപ്പാണ്. ജസ്റ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നീങ്ങും. നമുക്കിത് മതി ശരിക്കും. ഈ ബാസ്കറ്റ് ഈ ബൗൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരാഴ്ചത്തേക്കായി. എല്ലാവർക്കും 4 പേരുള്ള ഒരു ഫാമിലിക്ക് അത് ധാരാളം. ഒരാഴ്ച അല്ലെങ്കിൽ ടു മച്ച് ഇതായിപ്പോ വൈറ്റമിനായിപ്പോ കണ്ടില്ലേ. സോ ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഞാനത് ഈ സൈഡാണ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നത്, അതുകൊണ്ട് ഈ സൈഡാണ് ആദ്യം പഴുക്കുന്നത്. ഞാൻ ആ സൈഡിൽ ആദ്യം മോസ്റ്റ് ഒരു 80% എൻ്റെ കൈ എത്തും എല്ലാം ഉണ്ടല്ലേ. അപ്പൊ അതാണ് നമ്മൾ ട്രീ പ്രൂൺ ചെയ്തുള്ള ഗുണം. നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അധികം എഫേർട്ട് ഉണ്ടാകും. എല്ലാ ചെടിയും പറ്റുമൊന്നുമില്ല, എന്നാലും മാക്സിമം നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് നമുക്ക് തന്നെ ഹാർവസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. വളരെ ഇത്രേ ആയി ഇപ്പം. എന്നാലും ഞാൻ കുറച്ചും കൂടെ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് നമ്മളുടെ ഹോം ഗ്രോൺ മാൻഡറിൻ അല്ലെങ്കിൽ ഓറഞ്ച് നമ്മുടെ നാട്ടിൽ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇത് പ്രൂൺ ചെയ്യാൻ ആവശ്യമില്ല, പക്ഷേ ഞാൻ പ്രൂൺ ചെയ്യും. കാര്യം എൻ്റെ ബാക്ക് യാർഡിൽ ലിമിറ്റഡ് സ്പേസ് ആയതുകൊണ്ട് തന്നെ. അപ്പം നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൂൺ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് 3 മാസമല്ല 4 മാസം ഇതിന്ന് നിങ്ങൾക്ക് ഹാർവസ്റ്റ് ചെയ്യാം. പക്ഷേ ഒറ്റ പ്രോബ്ലം, വിൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രിങ് ആയിക്കഴിഞ്ഞാൽ ഇത് ഫ്ലവർ ചെയ്യുന്ന ടൈമാണ്. അപ്പം നമുക്ക് 4 മാസം ഇച്ചിരി കൂടുതലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വിൻ്ററിന് സ്പ്രിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇത് കംപ്ലീറ്റ് ഹാർവസ്റ്റ് ചെയ്ത് തീർക്കണം. അതാണ് നിങ്ങളുടെ ചലഞ്ച് ഇഫ് യു ഹാവ് ബിഗ് ട്രീ. കാര്യം നമ്മൾ സ്പ്രിങ്ങിലേക്ക് ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഈ ട്രീനെ പ്രിപ്പയർ ചെയ്യണം. അതിന് നമ്മൾ ഉത്തരവാദിത്തമാണ്. ഇത് കംപ്ലീറ്റ് പിക്ക് ചെയ്ത് ഇതിലൊരു ഫ്രൂട്ടും ഇല്ലാതെ 1-2 ചിലപ്പോൾ കണ്ടില്ലാതെ ഉള്ളിൽ കിടക്കുമായിരിക്കും. പക്ഷെ മാക്സിമം ഒരു 98% ഫ്രൂട്ട് നമ്മൾ ഹാർവസ്റ്റ് ചെയ്ത് തീർക്കാം. പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചാൽ രുചി ഉണ്ടാവില്ല. കാര്യം അതിൻ്റെ വെള്ളമെല്ലാം പോയി അതിൻ്റെ ഏകദേശം ഡ്രൈ ആയിട്ടിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റേ ഉണ്ടാവില്ല, അത് പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഫ്രൂട്ട് ഇതിലുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഫ്ലവറിങ് കുറയും. അതുപോലെ തന്നെ ഉള്ള ഫ്രൂട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി കഴിക്കാൻ പറ്റില്ല. കാര്യം അതിൻ്റെ ഓൾറെഡി അതിൻ്റെ സ്വീറ്റ്നെസ് ഒക്കെ പോകും. അപ്പം അതാണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പം നിങ്ങൾ ഫ്രൂട്ട് ട്രീ, എസ്പെഷ്യലി സിട്രസ് ട്രീസ്, ഇതേപോലത്തെ ട്രീസുകൾ നമ്മൾ ടു മച്ച് ക്രോപ്പ് ആയി കഴിഞ്ഞാൽ
നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ടൈമിന് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം ഇത് തന്നെയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ചിലപ്പം നിങ്ങൾക്ക് കാണാം ചീപ്പായിട്ട് നിങ്ങൾക്ക് ഫ്രൂട്ട് കിട്ടുന്നത്. വൈ? ബിക്കോസ് അത് ചിലപ്പം ഏർലി ഹാർവെസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെന്നെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ ആളെ കിട്ടാതെ താമസിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുളിപ്പുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില സമയത്ത് ഈ ഫ്രൂട്ടുകൾ സൂപ്പർ മാർക്കറ്റിൽ ചീപ്പായിട്ട് കിട്ടുന്നത്. ഈ ട്രീയിൽ ചുറ്റും മാൻഡ്രീൻ അല്ലെങ്കിൽ ഓറഞ്ച് ഫുള്ളുണ്ട് ഇതിൽ. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, ഞാൻ 3 മാസം എന്ന് പറഞ്ഞത് എക്സാജറേഷൻ അല്ല എന്നാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് എത്രത്തോളം ഉണ്ടെന്ന്. കാരണം അത്രത്തോളം ഇത് ഫ്രൂട്ട് ചെയ്യും ഈ മാൻഡ്രീൻ നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ മാൻഡ്രീൻ അഥവാ ഓറഞ്ചിൻ്റെ ഹാർവെസ്റ്റ് കഴിഞ്ഞു. ജസ്റ്റ് ഒരു വീക്കിലേക്ക് വേണ്ടിയുള്ള പിക്കിംഗ് ആയിരുന്നു, അത് കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.